അതിർത്തി സംഘർഷഭരിതമാണ് അപർണ. കാരണം ഈ പ്രദേശങ്ങളിൽ എല്ലാ കാലത്തും ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലം അതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ അതിർത്തി സംഘർഷഭരിതമായിരുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് ശേഷം ഈ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ചിരുന്നെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തീവ്രത കൂടിയത് മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് വലിയ തോതിലുള്ള വലിയ ആക്രമണത്തിലേക്ക് നീങ്ങിയത് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ്. അപ്പോഴാണ് 16 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പൂഞ്ചിൽ. കാരണം ഇന്ന് രാവിലെ ഉറിയിലും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായും ജനവാസ കേന്ദ്രങ്ങളുള്ള പ്രദേശമാണ്. ഈ പൂഞ്ചായാലും ഉറിയായാലും ഒക്കെ തന്നെ ചെറിയ ടൗൺഷിപ്പുള്ള ഒരു ചെറു പട്ടണം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളാണ്. അവിടെ വലിയ കെട്ടിടങ്ങളുണ്ട്, ജനവാസ മേഖലകളുണ്ട്. ഈ സൈനിക പോസ്റ്റുകളോടൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഈ ആളുകളെയൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് സാധാരണഗതിയിൽ മാറ്റാറുണ്ട്. അത്തരം നീക്കങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പലയിടത്തും നമുക്കറിയാം, ഇപ്പോൾ നാട്ടിലൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായാൽ പോലും ചില ആളുകൾ അവരുടെ വീടുകൾ വിട്ടുപോകാൻ തയ്യാറാകാറില്ല. അത്തരം ആളുകൾ എല്ലായിടത്തും ഉണ്ടാകാം. ഒരുപക്ഷെ അത്തരം ആളുകളാകാം ഇത്തരത്തിൽ പാക് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഏതായാലും ആളുകളെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭൂരിഭാഗം പേരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അതുമാത്രവുമല്ല, സ്വാഭാവികമായും ഇത്തരത്തിൽ ആരാധനാലയങ്ങളൊക്കെ തന്നെ ആക്രമിക്കുക എന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഗുരുദ്വാരയിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ചൊല്ലുന്ന ആളെയാണ്, കീർത്തനങ്ങൾ ചൊല്ലുന്ന വ്യക്തിയടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയ ആളുകൾ കൊല്ലപ്പെട്ടു, കച്ചവടക്കാരൻ കൊല്ലപ്പെട്ടു. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ജനവാസ കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന പതിവുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പുറത്തു വരുന്ന വാർത്ത അവിടെ വലിയ തോതിൽ ഇന്നലെ രാത്രി മുതൽ മോർട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നു എന്നാണ്. ഇന്ത്യൻ സൈന്യവും അവിടെ ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ താഴെയും പാകിസ്ഥാൻ മുകളിലുമായി നിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അവിടെ വലിയ തോതിലുള്ള ആക്രമണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഉറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല, ഈ സമയത്ത് ഈ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് പാക് പട്ടാളം പലപ്പോഴും ഇന്ത്യയിലേക്ക് ഭീകരരെ കയറ്റി വിടുന്ന പതിവുള്ളത്. അത് ഒന്ന് മഞ്ഞുകാലത്ത് ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്താറുണ്ട്. രണ്ടാമതായി ഇത്തരത്തിൽ വെടിനിർത്തൽ ലംഘനം നടത്തുമ്പോൾ ഇന്ത്യൻ പോസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും സൈന്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ അതിന് തിരിച്ചടി നൽകുന്നതായിരിക്കും. അപ്പോൾ ആ സമയം മുതലെടുത്തുകൊണ്ട് പാക് അധീന കശ്മീരിലുള്ള ഭീകരരെ സൈന്യം ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്ന പതിവാണുള്ളത്. കാരണം ജമ്മു കശ്മീർ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1200-ലധികം കിലോമീറ്റർ വരും ഇന്ത്യ പാക് അതിർത്തി. ജമ്മു കശ്മീർ മേഖലയിൽ മാത്രം മൊത്തം ഏതാണ്ട് അത് 3300-നടുത്ത് വരും. പക്ഷേ ജമ്മു കാശ്മീരിൽ മാത്രം 1200-ലധികം വരും. സ്വാഭാവികമായും പലയിടങ്ങളിലും ഇത്തരത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയാകട്ടെ അല്ലെങ്കിൽ LOC ആകട്ടെ, ഇവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ നീക്കം, ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുമ്പോൾ പാക് പട്ടാളം ഭീകരരെ കയറ്റിവിടാറുണ്ട്. അങ്ങനെ കയറ്റിവിടാനുള്ള ശ്രമമാണ് ഇന്നലെ സാംബയിൽ നടന്നത്. അവിടെ ആ നീക്കം ഏതായാലും BSF പരാജയപ്പെടുത്തി, ഭീകരനെ വധിച്ചു എന്ന ഔദ്യോഗികമായി തന്നെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ BSF അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഈ ഘട്ടത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സേനാ വിഭാഗങ്ങൾ. അതീവ ജാഗ്രതയോടുകൂടി അവർ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഇന്ന് രാവിലെ ഉണ്ടായ കാര്യം. BSF അത്തരമൊരു നീക്കം ഏതായാലും തകർത്തിരിക്കുന്നു, നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാകേഷ്, ഇതിപ്പോൾ തന്നെ ഈ തരത്തിലുള്ള പ്രകോപനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സൈനിക ഉരസലിന് പാകിസ്ഥാൻ പുറപ്പെടുമോ? അതാണ് ഒരു ചോദ്യം ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്നത്. അത് ലോക രാഷ്ട്രങ്ങളിൽ നിന്നും ആ ചോദ്യമില്ലേ? മറ്റൊരു തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുകയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി. അതുവരെ ഈ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യ കാണിച്ച സംയമനത്തെ എല്ലാം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണം, ജമ്മുവിൽ തുടങ്ങി രാജസ്ഥാൻ വരെ നീണ്ട ആക്രമണം, അതിനുശേഷം ഇന്ത്യ കൊടുത്ത തിരിച്ചടി, വ്യോമസേന താവളങ്ങളിലേക്കടക്കം അങ്ങനെ ഒരു സൈനികമായിട്ട് തന്നെ ഇന്ത്യ അത് നേരിടുകയും ചെയ്തപ്പോൾ ലാഹോർ അടക്കം, കറാച്ചി അടക്കം, ഇസ്ലാമാബാദ് അടക്കം ഇന്ത്യ അത് ശക്തമായി മറ്റൊരു പോരാട്ട മുഖത്തിന് തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു സൈനിക ഉരസലിലേക്ക് പാകിസ്ഥാന് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് കടക്കാനുള്ള സാധ്യതയുണ്ടോ?
യുദ്ധം അങ്ങനെ അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം, അത്തരം ഒരു പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇന്ത്യ ഇപ്പോഴും ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യം വഷളാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അതായത് നിലവിൽ അതിർത്തിയിൽ സമാധാനം പുലരണം, അതുതന്നെയാണ് ഇന്ത്യക്ക് താല്പര്യമെന്ന് ഇന്ത്യ ഈ ഘട്ടത്തിലും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പക്ഷേ ഇങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ അതിന് മറുപടി ഉണ്ടാകും. അത്തരം മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ എന്തു ചെയ്തോ അതിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയത്. ആദ്യം ഭീകരതാവളങ്ങൾ ആക്രമിച്ചു, പക്ഷേ പാകിസ്ഥാന്റെ മറുപടി അങ്ങനെയായിരുന്നില്ല. കാരണം നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്, ഇന്ത്യ ഭീകരരെ കൊലപ്പെടുത്തി, ബഹാവൽപൂരിലടക്കം ഭീകരരെ കൊലപ്പെടുത്തി, മുരിക്കയിലും ഭീകരരെ കൊലപ്പെടുത്തി. പക്ഷേ അവരെ പാക് പതാക പുതപ്പിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടു. ഇന്നലെ വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ പോലും ആ ചിത്രം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ പാക് പട്ടാളവും ഭീകരരും തമ്മിലുള്ള ബന്ധം, പാക് സർക്കാരും ഭീകരരും തമ്മിലുള്ള ബന്ധമൊക്കെ തന്നെ വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തരം സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്ക് മറുപടി നൽകുമെന്ന് ആദ്യം മന്ത്രിമാരടക്കം പ്രതികരിച്ചു. അതിനുശേഷം അവർ ലക്ഷ്യം വെച്ചത് സൈനിക താവളങ്ങളെയാണ്. കാരണം ഭീകരതാവളങ്ങൾ ഇന്ത്യ ലക്ഷ്യം വെക്കുമ്പോൾ തിരിച്ച് അത്തരമൊരു ഭീകരതാവളം ചൂണ്ടിക്കാണിക്കാൻ ഇന്ത്യയിലില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പകരം സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചത്. അതിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യ ഇന്നലെ നൽകിയത്. ഏതാണ്ട് 15 സ്റ്റേഷനുകളിൽ, അതും ഈ പറഞ്ഞതുപോലെ ഇന്നലെ എങ്ങനെയാണോ ആക്രമിച്ചത് അതിന് സമാനമായ രീതിയിൽ ഇന്നലെ നമ്മൾ അത് പ്രകടമായി കണ്ടു. ജമ്മുവിന്റെ ആകാശത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ഡ്രോണുകൾ വരുന്നതൊക്കെ തന്നെ നമ്മൾ പ്രകടമായി കണ്ടു, ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടു. അതിന് മുൻപത്തെ ദിവസവും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സർക്കാർ വ്യക്തമാക്കിയത്. അതായത് 15 കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു അത്തരമൊരു ആക്രമണം നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നടന്നത്. ജമ്മു, ശ്രീനഗർ, പട്ടാൻകോട്ട്, ഒപ്പം തന്നെ ഹരിയാനയിലെ ആദംപൂർ വരെയുള്ള പ്രദേശങ്ങൾ, അവിടെയും മിലിറ്ററി സ്റ്റേഷനുണ്ട്. ഗുജറാത്തിലെ ഭുജ്, അങ്ങനെ 4 സംസ്ഥാനങ്ങളിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ മിലിറ്ററി സ്റ്റേഷനുകൾ ആക്രമിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നടന്നത്. അതായത് ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന 4 സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീർ, അങ്ങനെ 15 കേന്ദ്രങ്ങളിലെങ്കിലും ആക്രമിക്കാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നു. അതിനുള്ള തിരിച്ചടി ഇന്ത്യ അതേ നാണയത്തിൽ നൽകുമ്പോൾ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത് തകർക്കാൻ കഴിഞ്ഞില്ല. പകരം ഇന്ത്യയുടെ നീക്കം, ഇന്ത്യയുടെ തിരിച്ചടി ഫലപ്രദമാകുന്നു, വിജയം കാണുന്നു. അതാണ് ഇന്നലെ പുറത്തുവിട്ടത്. പക്ഷേ ഇന്നലെ രാത്രി അതായിരുന്നില്ല സാഹചര്യം. പ്രകോപനം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വരികയായിരുന്നു. കാരണം ഇന്നലെ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് ജമ്മുവിന്റെ ആകാശത്ത്. ഇപ്പോൾ രാവിലെ അല്പം മുമ്പ് നമ്മളോട് ജമ്മുവിൽ നിന്നടക്കം പ്രതികരിച്ച ആളുകൾ പോലും പറഞ്ഞത് അതാണ്, രാത്രി ഡ്രോണുകൾ വർഷിക്കുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ അയച്ചുകൊണ്ട് വീണ്ടും ആക്രമിക്കാൻ പദ്ധതിയിട്ടു. അതും നമ്മുടെ സംവിധാനങ്ങൾ തകർക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി ഇന്നലെ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും സൈനിക താവളങ്ങളിലേക്ക് തന്നെയായിരിക്കും. പാകിസ്ഥാൻ ഇത്തരത്തിൽ സൈനിക താവളങ്ങൾക്കപ്പുറത്തേക്ക് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകളെ, സാധാരണക്കാരെ ലക്ഷ്യം വെക്കില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിയാൽകോട്ടിലെയും കറാച്ചിയിലെയും റാവൽപിണ്ടിയിലെയും ഒക്കെ തന്നെ സൈനിക കേന്ദ്രങ്ങളായിരിക്കാം ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അതിന്റെ വ്യാപ്തി എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ടതുണ്ട്. കാരണം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് സൈന്യത്തിൻ്റെതായി പുറത്തു വന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം സൈന്യം വിശദീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.